തന്നെ എല്ലാം മാനുവലായിട്ട് എല്ലാം ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കണമായിരുന്നു. പക്ഷെ ഇപ്പൊ അതല്ല, ഇത് കൃത്യമായിട്ട് ഇത് തന്നെ ചെയ്തോളും. കാര്യം നമുക്ക് ഇതിനകത്തേക്ക് ലോഡ് ചെയ്യുക, ലോഡ് ചെയ്ത് വെക്കുക, മെഷീൻ ഓൺ ആക്കുക, നമ്മുടെ കാര്യത്തിന് പോവാം. എല്ലാവർക്കും നമസ്കാരം. കേരള മെഷീൻസിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നിൽക്കുന്നത് കോഴിക്കോടാണ്. കോഴിക്കോട് മനോരമയുടെ ട്രേഡ്, അതായത് മെഷീനറി എക്സ്പോ കാണാനായിട്ട് വന്നതാണ്. അപ്പോൾ നമ്മുടെ ഒരു സ്റ്റോൾ, അതായത് 3 സ്റ്റാർ അഗ്രോ മെഷീനറീസ് പ്രൈവറ്റ് ലിമിറ്റഡിന്റെ ഒരു സ്റ്റോറും നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇവിടെ നമ്മൾ ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരു ഡീഹൈഡ്രേഷൻ മെഷീനിലെ ഒരു കില്ലർ മെഷീൻ എന്ന് വേണമെങ്കിൽ പറയാം. കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ കണ്ടുകൊണ്ടിരുന്ന ഡ്രയറോ അല്ലെങ്കിൽ ഡീഹൈഡ്രേറ്ററോ അതിനപ്പുറം എയർ പമ്പ് ഡീഹൈഡ്രേറ്റർ, അതിൽ ഹൈബ്രിഡ് എന്ന ടെക്നോളജി ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് ഒരു കിട്ടിലൻ മെഷീൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഒരുപാട് മെഷീനറീസ് ഉള്ള കമ്പനികളുണ്ട്, എങ്കിലും അത് കുറച്ചൊക്കെ വ്യത്യസ്തമായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു മെഷീനറിയാണ് നമ്മളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഹൈബ്രിഡ് മെഷീൻ. അപ്പോൾ ഇതിൽ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, നമ്മൾ നേരത്തെ എയർ പമ്പ് കണ്ടിട്ടുണ്ട്. എയർ പമ്പിന്റെ തന്നെ ഒരു വലിയൊരു പുതിയൊരു ടെക്നോളജി, അതായത് ഇത് ഹൈബ്രിഡ് ആണ്. ഗ്യാസും കറണ്ടിലും ഒരേ സമയം ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലുള്ള, അതായത് നമുക്കിപ്പോൾ ഒരു പവർ ലോസ് ആയി പോയി കഴിഞ്ഞാൽ നമുക്ക് ഗ്യാസിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഉള്ള. ഇതിപ്പോൾ നമ്മൾ ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരു കസ്റ്റമൈസ് ചെയ്തിരിക്കുന്നതാണ്. അതൊരു കാര്യം, ഒരു ചെമ്മീൻ ഉണക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്തിരിക്കുന്ന ഒരു മെഷീനാണിത്. അപ്പം ഇതിൽ തന്നെ നമ്മൾ പല വെജിറ്റബിൾസും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ക്വാളിറ്റി നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇപ്പോൾ നമുക്ക് ഈ ഇതൊരു കറി ലീഫും, ഇത് നമുക്ക് തക്കാളിയാണ്. ഈ തക്കാളിയുടെ ഒരു കളർ കണ്ടോ? അപ്പൊ ഈ ഒരു ക്വാളിറ്റി നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു മെഷീൻ എടുത്താൽ മതിയാവും. കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പല മെഷീനുകളിൽ ഈ സംഭവം കിട്ടിയിരുന്നു, പക്ഷെ അത് ഹീറ്റ് പമ്പ് പോലുള്ള വില കൂടിയിട്ടുള്ള മെഷീൻസിലാണ് ഇത് കിട്ടിയത്. ഇത് ആപ്പിൾ ആണ്, കണ്ടില്ലേ? സാധാരണ നോർമൽ ആപ്പിൾ നമുക്ക് നോർമൽ കണ്ടീഷനിൽ തന്നെ മുറിച്ച് വെച്ചാൽ തന്നെ കളർ ഫെയ്ഡ് ആയി പോകും. പക്ഷെ ഇത് നമുക്ക് ആ കളർ ഒന്നും ലോസ് ആകാതെ വളരെ ഭംഗിയായിട്ട് ഔട്ട്പുട്ട് എടുക്കാൻ പറ്റിയൊരു മെഷീനാണ്. അത് വളരെ പവർ കൺസംഷൻ കുറവിലും ഫുൾ സ്റ്റെയിൻലെസ് സ്റ്റീൽ SS304 ഫുഡ് ഗ്രേഡിലുള്ള ബോഡിയാണ്. അതായത് നമുക്ക് എക്സ്പോർട്ട് ഉൾപ്പെടെ ചെയ്യുന്നതിന് യാതൊരുവിധ പ്രശ്നങ്ങളും ഉണ്ടാകത്തില്ല. പിന്നെ നമുക്ക് ഇവിടെ തന്നെ പല സാധനങ്ങൾ ചെയ്തു വെച്ചിട്ടുണ്ട്. ഇപ്പം ഒരുപാട് ഐറ്റംസ് നമ്മൾ ഇതിനകത്തുനിന്ന് ഡെമോ ചെയ്തിട്ടുള്ളതാണ് കേട്ടോ. ഇതിപ്പോൾ ക്യാബേജ് നമ്മുടെ സബോളയ്ക്കാണ് ഏറ്റവും കൂടുതൽ ആവശ്യക്കാരുള്ളത്. കാര്യം നമ്മുടെ മാർക്കറ്റിലാണെങ്കിലും നോക്കിയാൽ തന്നെ ഉണങ്ങിയ സബോളയ്ക്ക് ഒരുപാട് ആവശ്യക്കാരുണ്ട്. അപ്പോൾ അത്തരത്തില് നമ്മുടെ മെഷീനറി വാങ്ങിയിട്ട് ചെയ്തിട്ടുള്ള ഒരു ഉണക്ക ചെമ്മീനാണ്. ഇക്തൂസ് ഫുഡ്സ് എന്ന് പറയുന്ന ഒരു കമ്പനിയുടെ ആണ്. അപ്പം ഈ ഒരു കമ്പനിയുടെ ചെമ്മീൻ്റെ ഒരു ക്വാളിറ്റി ആണല്ലോ, ഇത്ര നല്ല ക്വാളിറ്റിയിലാണ് നമുക്ക് ഈ ഒരു പ്രൊഡക്റ്റ് ഔട്ട്പുട്ട് കിട്ടുന്നത്. കാര്യം എന്ന് പറഞ്ഞാൽ അതിനനുസരിച്ചുള്ള ഇതിന്റെ വിലയുണ്ട്. കാര്യം നമ്മൾ ഒരേ സാധനം എടുത്ത് ഉണക്കുമ്പോൾ പല പല വിലകളായി പോകുന്നത് ആ ഉപയോഗിക്കുന്ന മെഷീനറിയുടെ പ്രശ്നമാണ്. കാര്യം നമ്മൾ നോർമൽ ഡ്രയർ, നമ്മുടെ നാട്ടിൽ കണ്ടിട്ടുള്ള ചെമ്മീനൊക്കെ കണ്ടിരിക്കുന്നു പറഞ്ഞാൽ ഒരു ബ്രൗണിഷ് കളറിലേക്ക് പോകും, അല്ലെങ്കിൽ ഒരു ഡാർക്ക് ഷെയ്ഡിലേക്ക് പോകും. ഇതെന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല, നല്ല ഭംഗിയായിട്ട് കിട്ടും. അപ്പോൾ ഒരു പ്രീമിയം പ്രോഡക്റ്റ് ആയിട്ട് നമുക്ക് വയ്ക്കാം. കാര്യം നമുക്കിപ്പോൾ 50 രൂപയ്ക്കോ 100 രൂപയ്ക്കോ മേടിക്കുന്ന ചെമ്മീൻ നമ്മൾ ഉണക്കി കഴിയുമ്പോൾ പല വിലയിലേക്ക് മാറുന്നു. അപ്പൊ നമുക്ക് ഉയർന്ന വില കിട്ടണമെന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു മെഷീൻ ഉപയോഗിക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. അപ്പൊ ഞാനിത് ജസ്റ്റ് ഒന്ന് തുറന്ന് കാണിക്കാം. ഞാൻ നേരത്തെ പറഞ്ഞു നമ്മളൊരു കസ്റ്റമൈസ് ചെയ്തിരിക്കുന്ന ഒരു മെഷീനാണ്. അപ്പോൾ 50 ട്രേ ആണ് നമ്മൾ ഈ ഒരു മെഷീനകത്ത് കൊള്ളിച്ചിരിക്കുന്നത്. കണ്ടില്ലേ? 50 ട്രേ ആണ്. ഇത് മൊത്തത്തിലുള്ള ട്രേ ഇട്ടിട്ടില്ല. ഇതിപ്പം SS304 തന്നെയാണ്. എല്ലാം ഫുൾ ബോഡി SS304 ആണ്. നമുക്ക് 2 ടൈപ്പ് ട്രേ അവൈലബിൾ ആണ്. കണ്ടില്ലേ? ഇതുകൊണ്ട് ഈ ഒരു ഹോൾ ടൈപ്പ് ഉണ്ട്, ഹോൾ ഇല്ലാത്തതുകൊണ്ട്. കണ്ടില്ലേ? ഇതിൽ ഏത് വേണമെങ്കിലും നമുക്ക് ചൂസ് ചെയ്യാം. ഇപ്പൊ ഈ ചെമ്മീൻ ഉണങ്ങാനായിട്ടാണ് നമ്മൾ കൂടുതലും ഈ ഹോൾ ഉള്ള ടൈപ്പ് കൊടുക്കുന്നത്. ഇതിൽ തന്നെ 1 mm തൊട്ട് ഒരു 8 mm 10 mm വരെ നമുക്ക് പെർഫോർഡ് ഷീറ്റ് നമുക്ക് അവൈലബിൾ ആണ്. ഇതിലെ സ്ലോട്ടുകൾ, അതായത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരുപാട് വട്ടം പറഞ്ഞു കസ്റ്റമൈസ് ചെയ്തിരിക്കുന്നതാണ്. ഈ സ്ലോട്ടിന്റെ ഗ്യാപ്പ് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്താൽ നമുക്ക് ഇതിനകത്ത് ട്രേയുടെ എണ്ണം കൂട്ടാനും കുറയ്ക്കാനും സാധിക്കും. അതുപോലെ തന്നെ ഈ ട്രേയുടെ ഹൈറ്റ് നമുക്ക് കുറയ്ക്കാനോ കൂട്ടാനോ സാധിക്കും. കാര്യം ഇത് പൂർണ്ണമായും ചെയ്യുന്നത് 3 സ്റ്റാർ അഗ്രോ മെഷീനറീസ് ആണ്, അല്ലാതെ നമ്മളെടുത്ത് പുറത്തുനിന്ന് എടുത്ത് ട്രേഡ് ചെയ്യുന്ന ഒരു സിസ്റ്റം അല്ല. പിന്നെ ഇതിന്റെ ഒരു വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ, നോർമലായിട്ട് ഒരു ഡ്രയർ എന്ന് വർക്ക് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ പുറത്തുനിന്ന് കുറെ എയർ ഹോൾസ് ഇടുന്നു, ഫ്രണ്ടിൽ കൂടെ ആ എയർ ഹോൾസിൽ കൂടെ എയർ പോകുന്ന ഒരു സിസ്റ്റമാണ് നോർമൽ ഒരു ഡ്രയർ വർക്ക് ചെയ്യുന്നത്. പക്ഷെ ഇത് അങ്ങനെയല്ല. ഇത് നമ്മുടെ ഒരു ആവശ്യത്തിന് എത്രയാണോ വേണ്ടത് ആ ഒരു പവറിനനുസരിച്ച് നമുക്ക് ഇതിനകത്തേക്ക് എയർ കൊണ്ടുവന്നിട്ട് ആ എയറിനെ സർക്കുലേറ്റ് ചെയ്യിച്ച് മേളിൽ കൊണ്ടുപോകുന്നൊരു സിസ്റ്റമാണ്. ഇവിടെ കൊണ്ടുവന്നതിന് ശേഷം ഇതിനെ മോയ്സ്ചറിനെ ഹീറ്റിനെ സെപ്പറേറ്റ് ചെയ്തിട്ട് മോയ്സ്ചറിനെ പുറത്തു വിടുകയും ഹീറ്റിനെ റീഫീഡ് ചെയ്യുന്ന ഒരു സിസ്റ്റമാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. അത് മറ്റൊരു ഡീഹൈഡ്രേറ്ററിൽ അല്ലെങ്കിൽ കാണാത്ത ഒരു സംഭവമാണ്. ഇങ്ങനൊരു നമ്മുടെ മലയാളത്തിൽ പറയുകയാണെന്ന് നമ്മുടെ നാട്ടുഭാഷയിൽ പറയുന്ന ഒരു നെറ്റിപ്പട്ടം പോലൊരു ഡിസൈൻ. ആ ഒരു ഡക്റ്റിൽ കൂടെ തന്നെ തിരിച്ച് റീഫീഡ് ചെയ്യുന്നുണ്ട്. പവർ കൺസപ്ഷൻ വളരെ കുറവായിരിക്കും. അപ്പൊ നമുക്ക് ഇതിന്റെ 20 ട്രേ തൊട്ട് മെഷീൻ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ആ 20 ട്രേ തൊട്ടുള്ള മെഷീൻ എന്ന് പറഞ്ഞാൽ ഒരു അത്യുഗ്രം മെഷീനാണ്. ഈ ഔട്ട്പുട്ട് എല്ലാ മെഷീനിലും നമുക്ക് കിട്ടുന്നുണ്ട്. പിന്നെ നമുക്ക് ഇത് ഫുൾ HMI കൺട്രോളാണ്, പാനലാണ് വരുന്നത്. അതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് നമുക്ക് നോക്കാം. പ്രോഗ്രാം ലോജിക് കൺട്രോൾ സിസ്റ്റം ആണ് നമ്മളിതിനകത്ത് PLC ബേസ്ഡ് ആയിട്ടുള്ള ഒരു കൺട്രോൾ സിസ്റ്റം ആണ് വെച്ചിരിക്കുന്നത്. അതായത് നമുക്ക് ഈ ഒരു കസ്റ്റമറിന് വേണ്ടിയിട്ട് നമ്മളത് സെപ്പറേറ്റ് ഡിസൈൻ ചെയ്യുകയും
സെപ്പറേറ്റ് പ്രോഗ്രാം ചെയ്യുകയും ചെയ്തിട്ടുള്ളത്. കാര്യം ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചെമ്മീൻ ഉണക്കാനുള്ളതാണ്. അപ്പൊ ചെമ്മീന്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ആദ്യത്തെ ഇത്ര സമയം നമുക്ക് അതിന്റെ ഫുൾ മോയ്സ്ചർ റിമൂവ് ചെയ്ത് കളയണം. എങ്കിൽ മാത്രമേ ആ ഒരു പ്രൊഡക്റ്റിന് ആ ഒരു ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പൊ നമുക്ക് ഇതിനൊരു സൈക്കിൾ സിസ്റ്റം. കാര്യം എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് കാറ്റിനും പ്രാധാന്യമുണ്ട്, അതോടൊപ്പം തന്നെ നമുക്ക് ടെമ്പറേച്ചറിനും പ്രാധാന്യമുണ്ട്. അപ്പൊ ആ ഒരു ആദ്യത്തെ സമയത്ത് ഇത്ര ടെമ്പറേച്ചറിൽ ഇത്ര കാറ്റ് കൊടുക്കണം എന്ന് നമുക്ക് ഇതിനകത്ത് സെറ്റ് ചെയ്യാൻ പറ്റും. അതായത് 8 സൈക്കിളായിട്ട് നമുക്ക് ഇതിനെ പ്രോഗ്രാം ചെയ്യാനായിട്ട് സാധിക്കും. ആദ്യത്തെ ഇത്ര മണിക്കൂർ നമുക്ക് 40 ഡിഗ്രി, അതിനുശേഷമുള്ള ഓരോ മണിക്കൂറിൽ 48, അങ്ങനെ ഇങ്ങനെ മാറ്റി നമുക്ക് 8 സൈക്കിളിനകത്ത് സെറ്റ് ചെയ്യാം. അവസാനം നമുക്ക് ഇതിനെ ഒരു സ്റ്റിക്കി ഫോമിലേക്ക് എത്തിക്കാൻ മാത്രമാണ് നമ്മളിപ്പോൾ ഒരു 60-65 ഡിഗ്രി ടെമ്പറേച്ചറിലേക്ക് എത്തിയിരിക്കുന്നത്. ഇപ്പൊ അതിൽ 70 ഇട്ടിട്ടുണ്ട്, പക്ഷെ അത് ചെയ്യുന്ന സമയത്ത് 60-65 ഡിഗ്രിയിലേക്ക് മാത്രമായിട്ട് നമുക്ക് കൊടുക്കാനായിട്ട് സാധിക്കും. അതാണ് ഇതിന്റെ ഒരു മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ഇത് നമ്മൾ സാധാരണ നേരത്തെ എല്ലാം ചെയ്തുകൊണ്ട് തന്നെ നമുക്കെല്ലാം ചെയ്യത്തില്ലായിരുന്നു, തന്നെ നമ്മൾ തന്നെ എല്ലാം മാനുവലായിട്ട് എല്ലാം ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കണമായിരുന്നു. പക്ഷെ ഇപ്പൊ അതല്ല, ഇത് കൃത്യമായിട്ട് ഇത് തന്നെ ചെയ്തോളും. കാര്യം നമുക്ക് ഇതിനകത്തേക്ക് ലോഡ് ചെയ്യുക, ലോഡ് ചെയ്ത് വെക്കുക, മെഷീൻ ഓണാക്കുക, നമ്മുടെ കാര്യത്തിന് പോവാം. അങ്ങനെയാണ് ഇതിന്റെ സിസ്റ്റം. പിന്നെ ഈ സൈഡിലായിട്ട് നമുക്ക് ഇതിന്റെ ഗ്യാസ് കണക്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷനോട് ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു സൈഡിലേക്ക്, അപ്പൊ ഇവിടെ കാണാൻ പറ്റുന്നില്ല എങ്കിലും ഗ്യാസ് കൊടുക്കാനുള്ള ഒരു ഓപ്ഷൻ ഈ ഒരു സൈഡിലായിട്ട് വരുന്നുണ്ട്. അത് നമുക്ക് കൃത്യമായിട്ട് നമുക്ക് പവർ ലോസ് എങ്ങാനും വന്നു കഴിഞ്ഞാൽ നമുക്ക് എയർ ഫ്ലോ മാത്രം കൊടുക്കാനുള്ള ഇലക്ട്രിസിറ്റി മാത്രം മതി, ബാക്കിയുള്ള ഹീറ്റിംഗ് പ്രോസസ്സ് മുതൽ ഫുള്ള് ഗ്യാസ് ചെയ്തോളൂ. അതുകൊണ്ടാണ് ഇതിനെ ഹൈബ്രിഡ് ടെക്നോളജി എന്ന് പറയുന്നത്. പിന്നെ ഈ ഒരു മെഷീനെ കുറിച്ച് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് നമ്പറിൽ വിളിക്കാം. ആ നമ്പർ താഴെ കൊടുത്തേക്കാം. അപ്പം അവർ കമ്പനിയിലെ ആൾക്കാർ അതിന് കൃത്യമായിട്ടുള്ള മറുപടി കിട്ടുന്നതായിരിക്കും. എന്ത് ചെയ്യാൻ പറ്റില്ല, ഇതിനകത്ത് എന്ത് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ് ചോദ്യം. എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്നല്ല, എന്ത് ചെയ്യാൻ പറ്റില്ല. ഒന്നും തന്നെ ചെയ്യാൻ പറ്റാത്തതായിട്ടില്ല. എല്ലാ സാധനങ്ങളും നമുക്ക് ഇതിനകത്ത് ഡീഹൈഡ്രേറ്റ് എടുക്കാം. കാര്യം എന്ന് പറഞ്ഞാൽ ഇതിന്റെ ജലാംശം മാത്രമായിരിക്കും വലിച്ചു കളയുന്നത്. അപ്പോൾ ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ വിളിക്കുക. പിന്നെ ഇതിന് 35% ഈ മെഷീനറീസിന് എല്ലാത്തിനും നമുക്ക് സബ്സിഡി അവൈലബിൾ ആണ്. അതാണ് നമ്മുടെ PMFME ഉണ്ട്, PMEGP ഉണ്ട്, പിന്നെ അല്ലാതെ ഒരുപാട് സബ്സിഡി സ്കീമുകളുണ്ട്. അപ്പം നിങ്ങൾക്ക് അതിനെക്കുറിച്ച് നമുക്ക് കേട്ടോ, നമുക്ക് അതിനെക്കുറിച്ച് നമുക്ക് എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ സബ്സിഡിയെ കുറിച്ച്, നിങ്ങൾക്ക് സബ്സിഡി കിട്ടുമോ, നിങ്ങൾക്ക് സബ്സിഡിയുടെ അല്ലെ ലോൺ കിട്ടുമോ, ഇതിന് ഫുള്ള് ലോൺ നമുക്ക് കിട്ടും കേട്ടോ. അതാണ് ഇതിനകത്ത് ഏറ്റവും വലിയ പ്രത്യേകത. നമുക്കൊരു ബിസിനസ് തുടങ്ങണമെന്നുണ്ടെങ്കിൽ യാതൊരുവിധ സെക്യൂരിറ്റിയും കൂടാതെ നിങ്ങൾക്ക് 700 സിബിൽ സ്കോർ മാത്രം മതി നമുക്ക് ഈ ലോണുകളെല്ലാം നമുക്ക് മേടിച്ചെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും കേരള മെഷീനറീസ് ബൈ.